ഹായ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ന്യൂ മെത്തേഡ്സ് താരൻ കളയാനും പിന്നെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാനുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ താരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. പിന്നെ ഒരുപാട് പച്ചക്കറികൾ, പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക, വിറ്റാമിൻ സി, പിന്നെ അയനുള്ള കാര്യങ്ങൾ കഴിക്കേണ്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻസ് കഴിക്കുക. ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ മുടിക്ക് എന്തൊക്കെയാണ് ഫുഡ് ഇൻടേക്ക് എന്ന് വെച്ചാൽ നോർമലായിട്ടല്ല, ഡേ ടു ഡേ കഴിക്കുന്നതൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ എക്സ്ട്രാ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ പൊതുവെ മെയിൻ ആയിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നത് തന്നെ ഇലക്കറികളും പച്ചക്കറികളും പിന്നെ വെള്ളമാണ്. ധാരാളം വെള്ളം കുടിക്കണം. പിന്നെ ഇവിടെ ഹെയർ കെയർ ആയാലും സ്കിൻ കെയർ ആയാലും സ്ട്രെസ്സ്, ടെൻഷന്, പിന്നെ നെഗറ്റീവ് തോട്ട്സ്, നെഗറ്റീവ് പീപ്പിൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് വാഷ് ഔട്ട് ചെയ്യുക. അപ്പം ഇത് ഡേ ടു ഡേ വർക്കിംഗ് വുമനും പിന്നെ പൊതുവെ കോളേജിൽ ബിസി ആയിട്ടുള്ളത്, ഇപ്പോഴൊക്കെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും അസൈൻമെൻറ്റ്സ് ഉണ്ടാവും, ഹോം വർക്ക് ഉണ്ടാവും. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് തന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രഷറൈസ് ആവുന്നുണ്ട് പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെയെന്ന് പറയുമ്പോൾ എപ്പോഴും വീട്ടിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ആ ടെൻഷൻസ് കുറയ്ക്കാനും അത് ഹെൽപ്ഫുള്ളാവും. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുണ്ടോ അങ്ങനെ നന്നായി അതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കേണ്ടതാണ്. പിന്നെ സ്റ്റഡി ടൈം ആവുമ്പോഴൊക്കെ വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഉണ്ടാകാൻ പാടില്ല. പിന്നെ മെഡിറ്റേഷൻ, യോഗ, വാക്കിങ്, പിന്നെ വെറുതെ ഏർലി മോർണിംഗ് വൈബ്സ് എടുക്കുക. ഇതൊക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രീമാച്യൂർ ഗ്രേയിങ് ഓഫ് ഹെയർ അതും വരുന്നുണ്ട്. അപ്പോൾ നോർമലി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, പിന്നെ പുറത്ത് പോയി ഒക്കെ ചുറ്റിയിട്ട് വരിക. ഡിജിറ്റലൈസേഷൻ അതൊന്ന് കുറച്ചിട്ട് കൊണ്ടുവരേണ്ടതാണ്. പിന്നെ അടുത്തത് പറയാനുള്ളത് മെയിനായിട്ട് ഇപ്പോൾ താരൻ ഞാൻ പറഞ്ഞു, മുടിയുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ താരനും പിന്നെ സ്പ്ലിറ്റ് എൻഡ്സും. അപ്പോൾ താരൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തൈര് ഉപയോഗിക്കുക. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം. തണുപ്പ് പിടിക്കാത്തവർ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടെങ്കിൽ 3 പ്രാവശ്യം ഉപയോഗിക്കാവുന്നതാണ്. സമയം തീരെ ഇല്ലാത്തവർ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യുക. കേർഡിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ ഹെയർ സ്ട്രക്ചറുടെ മേലായിരിക്കും ഡിപ്പെൻഡൻറ്റ്. ചിലവർക്ക് മുട്ട സൂട്ടാവില്ല. ഇനി ചിലവർക്ക് ഗ്രീൻ മൂങ് ദാൽ എന്ന് പറയുമല്ലോ, ആ പരിപ്പ് സൂട്ടാവില്ല. അങ്ങനെ ഇനി ചിലവർക്ക് ഉലുവയും സൂട്ടാവില്ല. തണുപ്പ് പിടിക്കുന്ന ഒരു പ്രകൃതമുണ്ട് അതിന്. അതുകൊണ്ടാണ് നോക്കിയിട്ട് നിങ്ങളുടെ മുടിയുടെ അനുസരിച്ചിട്ട് നിങ്ങളുടെ ദേഹത്തിൻ്റെ ഒരു ടെമ്പറേച്ചറൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾ യൂസ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതൊന്ന്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ വേപ്പിലയുടെ ഒരു വെള്ളം കാച്ചി ആറിയ വെള്ളം ജസ്റ്റ് റിൻസ് ഔട്ട് ചെയ്ത് എടുക്കുക. ഇല്ലെങ്കിൽ നീം പേസ്റ്റ് എടുത്തിട്ട് അതിൽ കുറച്ച്
ഇത് ഹെയർ ഓയിലും പിന്നെ ഷാംപൂ കുറച്ച് നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നോ അത് ഷാംപൂ എടുക്കുക. പിന്നെ നന്നായി ബൗളിൽ മിക്സ് ആക്കിയിട്ട് സ്കാൽപ്പിൽ നന്നായി തടവിയിട്ട് ജസ്റ്റ് വാഷ് ഔട്ട് ചെയ്യുക. ഓക്കെ, ആഴ്ചയിൽ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് നീമിൻ്റെ ഒരു ഷാംപൂ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങൾക്ക് ഡെയിലി ഹെയർ കെയർ ചെയ്യുമ്പോൾ റൈസ് വാട്ടർ ഉപയോഗിക്കാം കേട്ടോ. റൈസ് വാട്ടർ മാത്രം നന്നായി ഇവിടെ സ്കാൽപ്പിൽ ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്തിട്ട് ഡ്രൈ ഔട്ട് ചെയ്യാതെ കഴുകി കളയാവുന്നതാണ്. ഓക്കെ, പിന്നെ അലോവേറ ജെല്ല് ഉപയോഗിക്കാം നന്നായിട്ട്. ഇവിടെ സ്കാൽപ്പിൽ ഇവിടെ ക്രോൺ ഭാഗം എന്ന് പറയുമല്ലോ, ക്രോൺ ഏരിയ എന്ന് പറയും, അതിൽ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് തടവുക. ഇങ്ങനെ അമ്മുമ്മമാരൊക്കെ ചെയ്യില്ലേ, ഇങ്ങനെ തലയോട്ടി മസാജ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ സ്കാൽപ്പ് മസാജ് ഇപ്പോഴെല്ലാം കോമൺ ആണല്ലോ, എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മുടി വളരാനായിട്ടുള്ളത്. ഓക്കെ, അത് ചെയ്യാം. പിന്നെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ നീം ഓയിൽ ആഴ്ചയിൽ നിങ്ങൾ പ്ലെയിനായിട്ട് ചൂടാക്കിയിട്ട് തടവി കൊടുക്കേണ്ടതാണ്. ഓക്കെ, നിങ്ങൾക്ക് ലെമൺ സൂട്ടാണെങ്കിൽ അതും കുറച്ച് ഒരു 2 തുള്ളി ആഡ് ചെയ്തിട്ട് നന്നായി ഒരു 10-15 മിനിറ്റ് വിട്ടാൽ മതി. ഒരുപാടൊന്നും ഈച്ചിങ് ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഷാംപൂ ഇട്ടിട്ടോ ഇല്ലെങ്കിൽ താളി ഉപയോഗിച്ചിട്ടോ തേച്ച് കഴുകി കളയാവുന്നതാണ്. പിന്നെ ചെമ്പരത്തി ഇല, അതും നിങ്ങൾക്ക് താരന് കൺട്രോൾ ചെയ്യാൻ ഉപയോഗകരമാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇത് ആലോവേറയുടെ കൂടെ തന്നെ ഇത് എന്താണെന്ന് വെച്ചാൽ നീം ഓയിൽ ഈ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ തടവി നോക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ഇങ്ങനെ ഹെയർ സ്ട്രാൻഡ്സൊക്കെ സെമി ഡ്രൈ ആയിരിക്കണം മുടി. അപ്പോൾ ഇങ്ങനെ എൻഡ്സിലൂടെ നന്നായി മെല്ലെ മസാജ് ചെയ്ത് നന്നായി നെക്സ്റ്റ് ഡേ മോർണിംഗ് കുളിച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. പിന്നെ നോർമലി നിങ്ങൾക്ക് ഹെയറിൽ ഒരു പ്രോബ്ലംസും വരാതിരിക്കാൻ നോർമലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കറി ലീഫിൻ്റെ ജ്യൂസ്, ആംല ജ്യൂസ്, പിന്നെ ഒരുപാട് അയൺ ഇൻടേക്ക് ഉള്ളത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്കറികൾ, അതൊരു കൺട്രോൾ. ഇപ്പോൾ മഴക്കാലത്താണ് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് മഴക്കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. തോരൻ വയ്ക്കാം, പിന്നെ അതിൻ്റെ തന്നെ ഒരു സാമ്പാർ പോലെ കറി പോലെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ സൂപ്പ്. ഓക്കെ, ഈ കോവിഡ് ടൈമൊക്കെ വന്ന് കഴിഞ്ഞിട്ട് മുരിങ്ങയിലയുടെ സൂപ്പ്, പിന്നെ പാലക് സൂപ്പ്, ഇതൊക്കെ ആൾക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ, സോ അതാണ് നിങ്ങൾക്ക് നോർമലി അത് ഡെയിലി നിങ്ങൾക്ക് ആഴ്ചയിൽ ഇടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്ന് പറയാനുള്ളത് നട്ട്സ്, സീഡ്സ്. ഓക്കെ, പംകിൻ സീഡ്സ് കഴിക്കാം, പിന്നെ സൺഫ്ലവർ സീഡ്സ്. ഓക്കെ, അത് സ്കിന്നിൻ്റെ ഹെൽത്തിനും പിന്നെ മുടിയുടെ ഒരു ആരോഗ്യത്തിനും നല്ലതാണെന്ന് പറയാറുണ്ട്. ഓക്കെ, അതിൻ്റെ ലഡ്ഡു ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, ഫ്രൈ ചെയ്തിട്ട് അങ്ങനെ. പിന്നെ ഈ വാട്ടർമെലൺ സീഡ്സ് അതും കഴിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ സെസമെ സീഡ്സ്, അത് വെള്ളയും കറുപ്പും 2 തരത്തിലും എള്ളുണ്ടായിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ദേഹത്തിൻ്റെ ടെമ്പറേച്ചർ, അധികം ഹീറ്റ് ബോഡിയിൽ ഉള്ളവർ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സോറി, ഇതൊക്കെയാണ് കഴിക്കാനുള്ളത്. പിന്നെ റെഗുലറായിട്ട് വെള്ളം കുടിക്കുക. പിന്നെ വിറ്റമിൻ സി, അതാണ് ഏറ്റവും, വിറ്റമിൻ സി, അയൺ കണ്ടൻറ്റ്. ഈ ഫുഡ്സ് റെഗുലറായിട്ട്
എടുക്കാവുന്നതാണ്. ഓക്കെ, അത് മുടി വളർച്ചയ്ക്ക് പിന്നെ മുടിയുടെ പ്രശ്നങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് നീണ്ട കാലം വരയ്ക്കും ഞങ്ങളുടെ മുടി സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.